ആണവ റിയാക്ടർ തകർക്കാനുള്ള കപ്പാസിറ്റി ഇസ്രയേലിനില്ല. അതുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അതുകൊണ്ട് അമേരിക്ക B2 സ്പിരിറ്റ് ബോംബർ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉപയോഗിച്ച് GBU-57 എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മാരകമായ ഏറ്റവും ഭാരം കൂടിയ ബോംബ് ഉപയോഗിച്ച് ഫോർദോയിലെ ആണവ കേന്ദ്രം തകർത്തു. ഇസ്രയേലിനെ കൊണ്ട് പറ്റാതെ വന്നപ്പോഴാണ്. അപ്പോൾ അത് പക്ഷേ അതിൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് അൽ ഉബൈദ് എയർബേസ്, ഖത്തറിലെ എയർബേസിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഒരു സോവറിനിറ്റിക്ക്, പരമാധികാരത്തിന് നേരെയുള്ളൊരു പ്രഹരമായിട്ടാണ് കോൺഗ്രസിലെ അംഗങ്ങൾ വിലയിരുത്തിയത്. കാരണം നമ്മുടെ എയർബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം തന്നെയാണ്. അവിടേക്ക് മിസൈൽ ആക്രമണം നടത്തി. ട്രംപ് തന്നെ പറഞ്ഞത് 14 മിസൈലുകൾ അയച്ചു, അതിൽ 13 ഞങ്ങൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു, തകർത്തു. ഒരെണ്ണം പിന്നെ വീണോട്ടെ എന്ന് വെച്ചു. കാരണം അത് എങ്ങാണ്ടേക്ക് പോയ മിസൈലാണ്, അത് പിന്നെ തകർത്തിട്ട് നമ്മുടെ മിസൈൽ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് പോയി വീഴാൻ സമ്മതിച്ചു. എന്നാൽ പോലും അത് അമേരിക്കയുടെ മുഖത്തേറ്റൊരു അടിയാണ്. നമ്മളതിന് തിരിച്ചടി കൊടുത്തില്ല. ട്രംപ് ഉടൻ തന്നെ സീസ് ഫയർ, വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അമേരിക്കയ്ക്ക് നേരിട്ട് ഇറാൻ്റെ ഒരു ആക്രമണം ഉണ്ടാവാൻ കാരണം നമ്മൾ പോയി ഫോർദോയിൽ ബോംബിട്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.